പുഷ്പ ദി റൈസ് തന്നെ ഇഷ്ടമാവാത്തത് കൊണ്ട് എനിക്ക് ഈ സിനിമയിൽ പ്രത്യേകിച്ചിട്ട് അങ്ങനെ പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും പുഷ്പ ദി റൂൾ പോയിട്ട് കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് സംസാരിക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പുഷ്പ എന്ന പ്രോട്ടാഗനിസ്റ്റ് ഒരു വലിയ ആളായതിൻ്റെ ശേഷം നടക്കുന്ന കുറച്ച് ഇവൻറ്റ്സ് ആണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത്. ഈ സിനിമയിൽ തുടക്കത്തിലൊക്കെ ഫ്ലോസ് ഉണ്ടെങ്കിലും ഫസ്റ്റ് ഹാഫൊക്കെ ഒരു പരിധി വരെ വാച്ചബിൾ ആവുന്നൊരു സെറ്റപ്പ് ഉണ്ട്. ഈ പുഷ്പ എന്ന ക്യാരക്ടറും ബൻവർഷികാവത്ത് എന്ന ക്യാരക്ടറും തമ്മിലുള്ള ഫ്യൂഡ് നല്ല രീതിയിൽ തന്നെ ഈ സിനിമ ഒരു പരിധി വരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അത് കണ്ടിരിക്കാനും അത്യാവശ്യം നൈസായിരുന്നു. എസ്പെഷ്യലി ഫഹദിൻ്റെ പെർഫോമൻസ് നല്ലതായതുകൊണ്ട് തന്നെ ആ ഫ്യൂഡ് കാണാൻ നല്ല രസമായിരുന്നു. അല്ലു അർജുൻ്റെ കുറേ മാസ് സെഗ്മെൻറ്റ്സ് ഒക്കെ അത്തരം സെഗ്മെൻറ്റിൽ ഉണ്ടെങ്കിൽ പോലും ഒരു നല്ല ബാലൻസ് ഉണ്ടായിരുന്നു. അല്ലുവിൻ്റെ ആ പെർഫോമൻസും ആ ഒരു ടൈമിൽ രസമായിരുന്നു. അതിനോടൊപ്പം തന്നെ ഫഹദിൻ്റെ ക്യാരക്ടറിനെ വെച്ചിട്ട് കോമഡിയും ആൻഡ് ആ ഒരു വില്ലത്തരവും കുറച്ചൊക്കെ നൈസായിട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു ആദ്യ ഹാഫ് വരെ ആ ഒരു സംഭവം നൈസായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ അതിന് ശേഷം ഈ സിനിമയ്ക്ക് കുറേ അധികം പ്രശ്നങ്ങളുണ്ട്. അതിൽ ഒന്ന് ഇതിലത്തെ റൊമാൻസ് ആണ്. ഈ രശ്മിക മന്ദന അല്ലു അർജുൻ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി ഫസ്റ്റ് പാർട്ടിലെ പോലെ തന്നെ ഇതിലും എനിക്ക് വർക്കായിട്ടില്ല. അത് മൊത്തത്തിൽ ക്രിഞ്ചാണ്. കണ്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത്രയും അൺസൈക്കബിൾ ആയ ഒരു രീതിയിൽ കൂടെ തന്നെയാണ് അത് കൊണ്ടുപോയത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബൻവർഷികാവത്ത് അതുപോലെ പുഷ്പ ഈ രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഫ്യൂഡാണ് ഒരു പരിധിവരെ സിനിമയെ കൊണ്ടുപോയത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഇതെങ്ങോട്ടോ പോയി. പിന്നെ വേറെന്തൊരു സംഭവം വന്നു. ആൻഡ് രണ്ടും കൂടിയിട്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തൊരു സെറ്റപ്പിലാണ് ഈ സിനിമയെ പിന്നീട് അങ്ങോട്ട് കൊണ്ടുപോയത്. അങ്ങനെ വന്നപ്പോഴത്തേക്കും കുറേ അൺവാണ്ടഡ് സെഗ്മെൻറ്റ്സും അങ്ങനെയൊക്കെ വന്നിട്ട് മൊത്തത്തിൽ ബോറായി സെക്കൻഡ് ഹാഫ്. എസ്പെഷ്യലി ഫൈനൽ ആക്ടൊക്കെ വരുന്ന സമയത്ത് അതിൽ കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല. ഭയങ്കര പ്ലെയിനായി ഫ്ലാറ്റായിട്ട് വീഴുന്നൊരു അവസ്ഥയാണ് ഈ സിനിമയ്ക്ക് സെക്കൻഡ് ഹാഫിൽ മൊത്തത്തിൽ ഉള്ളത്. മൊത്തത്തിൽ പറയുമ്പോൾ പുഷ്പ പാർട്ട് 1 എനിക്ക് നല്ല ബോറായിരുന്നു. എന്നാൽ ഇത് അതിനേക്കാളും കുറച്ച് ബെറ്റർ എന്ന് പറയാം. സ്റ്റിൽ എ ബാഡ് ഫിലിം. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.